നമസ്കാരം. ഒരു സമരം നടത്തിയാൽ അത് സഹിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് നമ്മുടെ നാട്ടിലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. റോഡിൽ സ്റ്റേജ് കെട്ടി വഞ്ചൂരിൽ CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ചാണ് വീണ്ടും വിജയരാഘവൻ രംഗത്തെത്തിയിരിക്കുന്നത്. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റോഡിലൂടെ പ്രകടനം നടത്തേണ്ട, മലയിൽ കൂടെ നടത്തിക്കോ എന്നതാണ് ചിലരുടെ വാദം. മലയിൽ പോയി ആരെങ്കിലും പ്രകടനം നടത്തുമോ? കോടീശ്വരന്മാർ പാർലമെന്റ് കൈയടക്കിയതോടെ അങ്ങോട്ട് പോകാൻ വയ്യാതെയായി. റോഡിൽ പ്രകടനം നടത്തിയാൽ അത് നടത്തുന്നവരെ പിടിക്കുന്ന അവസ്ഥയാണുള്ളത്. സമരം ചെയ്യാൻ തെരുവെങ്കിലും വിട്ടുതരൂ എന്നാണ് ഞങ്ങൾ പറയുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു. 10ാം ക്ലാസ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ മലപ്പുറത്ത് സീറ്റില്ല എന്ന് വാർത്ത വരും. ആഗ്രഹിച്ച സ്കൂളിൽ പിണറായി പഠിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയും. റോഡ് മുഴുവൻ കുണ്ടും കുഴിയുമാണെന്ന് വാർത്ത നൽകും. കണ്ണില്ലാത്ത ക്യാമറകളാണ് മാധ്യമപ്രവർത്തകർക്ക് ഉള്ളതെന്നും വിജയരാഘവൻ വിമർശിച്ചു. അതേസമയം നേരത്തെ അമ്മായിയമ്മയെ കാണാൻ സല്ലപിച്ച് മെല്ലെ ഉരുട്ടി കാറിൽ പോകുന്നവരാണ് പൊതുയോഗത്തിനെതിരെ രംഗത്ത് വരുന്നതെന്നായിരുന്നു വിജയരാഘവൻ പറഞ്ഞത്. കാറുള്ളവർ കാറിൽ പോകുന്നത് പോലെ പാവങ്ങൾക്ക് ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വിജയരാഘവന്റെ കുന്നംകുളം പ്രസംഗത്തിലായിരുന്നു ഈ പരാമർശം. ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു: റോഡരികിൽ ഒരു പൊതുയോഗം വെച്ചാൽ സഹിച്ചുകൂടാ, അയ്യോ. റോഡ് വക്കിൽ മാർക്സിസ്റ്റുകാർ പൊതുയോഗം വെച്ചു. കാറ് പോകാത്ത റോഡിൽ പൊതുയോഗം കുടുങ്ങിയില്ലേ മനുഷ്യൻ? ഏതോ റോഡ് വക്കിൽ പൊതുയോഗം വെച്ചാൽ അങ്ങ് സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തും. അങ്ങനെയൊക്കെ പബ്ലിസിറ്റി കിട്ടും. എന്തൊരു ട്രാഫിക് ജാം! അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാവാറില്ലേ? ഇന്നിവിടെ പരിപാടി ഉള്ളത് കൊണ്ട് ട്രാഫിക് ജാം ഉണ്ട്. അല്ലെങ്കിൽ ഈ കേച്ചേരിയിൽ ട്രാഫിക് ജാം ഇല്ലേ? ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഇതുവഴി പോകാറുണ്ട്, അപ്പോൾ കാണാറുണ്ട്. 10 മനുഷ്യന് പോകാൻ ഇത്രയും സ്ഥലം പോരെ? എന്നാൽ 10 കാറിന് പോകാൻ എത്ര സ്ഥലം വേണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരെല്ലാം ഈ കാറിൽ പോകണോ? നടന്നു പോയാൽ പോരെ? പണ്ടൊക്കെ നമ്മൾ നടന്നല്ലേ പോയത്. ഇത്ര കാറ് വേണോ? ഇത്ര വലിയ കാറ് വേണോ? ഒരു കുഞ്ഞു കാറിൽ പോയാൽ പോരെ? ഇവർ ഏറ്റവും വലിയ കാറിൽ പോകുമ്പോൾ അത്രയും സ്ഥലം പോവുകയല്ലേ? 25 കാർ ഇങ്ങനെ കിടക്കുമ്പോൾ ചിന്തിക്കേണ്ടത് 25 കാർ കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാണ്. ആ കാറിൽ ആരെ അമ്മായിയമ്മയെ കാണാൻ മെല്ലെ ഇങ്ങനെ ഉരുട്ടി പോകുന്നുണ്ടാകും. ഞായറാഴ്ച തിരക്ക് കൂടുതലാണ്. കാറൊക്കെ എടുത്ത് അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് വർത്തമാനം പറഞ്ഞും സല്ലപിച്ചും ഇങ്ങനെ പോവുകയായിരിക്കും. ഞാനതിന് എതിരൊന്നുമല്ല. കാറുള്ളവർ കാറിൽ പോയിക്കോട്ടെ. അതുപോലെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ പ്രസംഗം.